നട്ടം മറിഞ്ഞിട്ട് കൂലി ചോദിക്കുമ്പോ മുണ്ട് പൊക്കി കാണിച്ച് സ്കൂട്ടാവുന്നത് ആണുങ്ങൾക്ക് ചേർന്നതല്ലടാ സർക്കിൾ ഇൻസ്പെക്ടറെ. ഇവന് ഇവ കൊടുത്ത കൂലി വാരി കൊണ്ടുപോയതാണല്ലേ. എന്നാ പിന്നെ അതിനുള്ള പണി കൂടെ എടുക്ക്. മാറിക്കിടാ. വേണ്ട, മതി. അല്ലപ്പാ, പന്തയം വെക്കുമ്പോ കോഴിയുടെയോ കാളയുടെയോ കുതിരയുടെയോ പുറത്ത് വെക്ക്, കടുവയുടെ പുറത്ത് വെക്കല്ലേ പ്ലീസ്. ഹേ ദേഖ്, ആ കുടുങ്ങി വരുന്ന ആളെ കണ്ടില്ലേ? He's Rajan Sakriya, Circle Inspector. Oh. तुम पूछ रही थी ना, the most cocky officer around? ये वही है. इसकी चीज बड़ी कमाल की है. Hi. Hi. Poonam Pathak, Maharashtra. Rajan Sakriya. I know. Ouch. Yeah? Well, I just came to tell you that you're not supposed to smoke around here. And how dare you forget to salute a senior ranking officer? Oh. Sir, IG Chandrasekhar sir cabin wait ചെയ്യുന്നുണ്ട്. Sir. ഇത് എവിടെയെങ്കിലും കൂടെ കള നോക്കാം. What? Madam, pardon me for not saluting you. ഐ ജി ഓഫീസിന്റെ വരാന്തലാണ് നിന്റെ റൊമാൻസ് കളി. അപ്പൻ ഐ ജി ആണെന്ന് വിചാരിച്ച് എന്ത് പോക്കൃത്തരം കാണിക്കാവുന്നതാണ്. ഇത് ഏതാണ് ഇപ്പം? നീ ഏതാ ചോദിച്ചേ? ലൈസൻസ് കിട്ടിയോ? ഉറപ്പിച്ചോ? ആ, ഇതിനൊക്കെയാടാ യോഗം വേണമെന്ന് പറഞ്ഞു. നമ്മൾ കുറെ നാൾ കുറെ എണ്ണത്തിനെ കൊണ്ടു നടന്നിട്ട് ഇതുവരെ ഒന്നും നടന്നില്ല. എനിക്ക് റെസ്പെക്ട്. ഓ പക്ഷേ ഇവൻ ഇതുപോലെ ഒരുപാട് എണ്ണം കാണും, സൂക്ഷിച്ചോണേ. ഇവൻ എന്റെ ശിഷ്യൻ, അതുകൊണ്ട് പറഞ്ഞതാ. ഇങ്ങനെയുണ്ട് പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ മൂഡ്. എന്റെ അപ്പന്റെ ബെസ്റ്റ് മോഡലാ. ആണോ? കറിയച്ചനും ചെന്നാ മതി. അപ്പൊ കല്യാണത്തിനാണോ? അയ്യോ, തൊപ്പി വെക്കട്ടെ, ഇല്ലെങ്കിൽ അതിന് കേസാവും. സർ ഗുഡ് മോർണിംഗ്. ഓ, ഇരിക്കാൻ പറഞ്ഞില്ല. ഓ, നിന്റെ റാങ്ക് എന്താ? CI. അത് ചോദിക്കാനാണോ വിളിപ്പിച്ചത്? ആന്റണിയുടെയോ? ആ, അവനും CI യാ. സാറ് പറയാനുള്ളത് പറ. എന്തിന്റെ സുഖേടായിരുന്നു തനിക്കുന്നല്ലേ? പറ, എന്ത് കാര്യത്തിന് താൻ ഇന്നലെ CI ആന്റണിയും? പിന്നെ ഞാൻ അവന്റെ അണ്ടർവെയർ അഴിച്ചോളൂ. സെയിം റാങ്കിലുള്ള ഒരു ഓഫീസറെ അയാളുടെ സ്റ്റേഷനിൽ അയാളുടെ സബോർഡിനേറ്റ്സിന്റെ മുമ്പിലിട്ടും. ഓ, അപ്പൊ അവനാ പെണ്ണോട് ചെയ്തോ? നിന്റെ കെട്ടിയോളൊന്നും അല്ലല്ലോ, ഈ പണിക്ക് നടക്കുന്നോളൂ തന്നെയല്ലേ? ആ, ഈ പണിക്ക് നടക്കുന്നോട് തന്നെ. ഓസനല്ലേ കാശിനെ? മതി. അവളുടെ റിട്ടേൺ കംപ്ലൈന്റ് പോലും ഇല്ലാതെ വൃത്തികേട് കാണിച്ചിട്ട് വന്നിരുന്ന ന്യായം പറയുന്നു. ആ, കംപ്ലൈന്റിന്റെ കാര്യമൊന്നും പറയണ്ട. ഒരു പാവം പെണ്ണിന് റോട്ടിലിട്ട് വലിച്ചേറി കൊന്നില്ലേ ഡൽഹിയില്? അവിടെ അപ്പനും അമ്മയും കൊടുത്തല്ലോ കംപ്ലൈന്റ്. എന്നിട്ട് എന്തുണ്ടായി? ആ പാവത്തിന്റെ നെഞ്ചടക്കം കടിച്ചു പറിച്ചവന്മാർക്ക് വയസ്സറിയിച്ചിട്ടില്ല, മൂപ്പച്ചിട്ടില്ല എന്ന് പറഞ്ഞ് ഇറക്കി വിട്ടില്ലേ? അപ്പൊ പിന്നെ സാറ് പറഞ്ഞ പോലെ ഈ പണിക്ക് നടക്കുന്നവള് സർക്കിൾ ഇൻസ്പെക്ടറുടെ പേരിൽ ഒരു പരാതിയായിട്ട് ചെന്ന അവളുടെ എവിടെയൊക്കെ വലിച്ചു കീറും. ഇനിയിപ്പൊ കേസ് ആയാൽ തന്നെ ആർക്കാ ഗുണം? പത്രക്കാർക്ക് 10 കോപ്പി കൂടുതലടിക്കാൻ ചാനലുകാർക്ക് 2 ദിവസം തരവഴി പറയാം. കൊടുക്ക ഉള്ള മാനവും പോയിട്ട് അവിടെ എവിടെയെങ്കിലും പോയി ചാവും. അത്രയോ എനിക്ക് ശരിയെന്ന് തോന്നിയാൽ ഞാൻ ചെയ്തത്. സസ്പെൻഷനോ ഡിസ്മിസലോ എന്താന്ന് വെച്ചാൽ സാറിന്റെ ഇഷ്ടം പോലെ ചെയ്യും. ഞാൻ SP ഓഫീസ് പോയി മേടിച്ചോളാം. ആദ്യത്തെ കുറി നിനക്കിരിക്കട്ടെ. ആദ്യത്തെ കുറി എനിക്ക് നേരത്തെ കിട്ടി. ഞാൻ പുറത്തു വെച്ച് കണ്ടായിരുന്നവരെ. ആഹാ,
നന്നായി സാർ. നടക്കേണ്ട പ്രായത്തിൽ നടന്നു. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മളെ പോലെ പിഴച്ച് തലകുത്തി പോവും. അതല്ലടാ, ഒന്നല്ലേ ഉള്ളൂ. പിന്നെ അമ്മയില്ലാതെ വളർന്നതുമല്ലേ. അവന്റെ ഇഷ്ടത്തിനൊക്കെ അങ്ങ് മൂളിക്കൊടുത്ത വല്ലതും പറ്റിപ്പോയാലോ ഒന്ന് പേടിച്ചിട്ടാ. നീയല്ലേ ചെറുപ്പം മുതൽ അവനെ എടുത്തുകൊണ്ട് നടന്നതും ഇപ്പൊ അവന്റെ റൊമാൻസിന് കൂട്ടുന്നതും ഒക്കെ. എന്തെങ്കിലും പറ്റിപ്പോയാ നീ നോക്കിക്കോണം. അവനൊന്നും പറ്റിയല്ല സാറേ, അവൻ മിടുക്കനാ. ഏതായാലും എന്നെ പോലെ ആകരുത്. അപ്പൊ എങ്ങനെ, സസ്പെൻഷനോ ഡിസ്മിസലോ? പോടാ. ആ പെണ്ണിന്റെ ഒരു കംപ്ലൈന്റ് എഴുതി വാങ്ങിച്ചേക്ക്. പിന്നെയും കംപ്ലൈന്റ്. ഓ ആ